സ്വന്തം നാട്ടിൽ ദുരിതം സംഭവിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞാണ് സുരേഷ് ഗോപി ഒന്ന് എത്തി നോക്കിയത്. അന്ന് മാധ്യമപ്രവർത്തകരോട് കലിപ്പു കാണിച്ച നടനെ ആരും മറന്നു കാണില്ല. ദുരന്തത്തെക്കുറിച്ച് ഒരു വാക്കു പറയാനോ ഇരയായവരെ സന്ദർശിക്കാനോ നേതാവ് തയ്യാറായില്ല. കേരളത്തിന് BJPയോടുള്ള സമീപനമാണോ നേതാവിനെ ചില ചിന്തകൾക്ക് വിധേയമാക്കിയതെന്ന ചോദ്യങ്ങൾ ഉയർന്നാൽ അത്ഭുതമില്ല. അതിനുത്തരം പക്ഷേ അതെ എന്നു തന്നെയാകാം. ഏതായാലും മോദി വന്നു പോയതിനു ശേഷം സുരേഷ് ഗോപി മറ്റു നിവർത്തിയില്ലാതെ ചില പ്രസ്താവനകളൊക്കെ ഇറക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് കേന്ദ്ര സഹായം ഉറപ്പാക്കുമെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറയുന്നത്. പുനരധിവാസമല്ല, നവ അധിവാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസ്സിലുള്ളതെന്ന് സുരേഷ് ഗോപി എടുത്തു പറഞ്ഞു. അവർ ആഗ്രഹിക്കുന്ന പോലെ അപകടരഹിതമായൊരു ജീവിതം എങ്ങനെയാണ് സമ്മാനിക്കാൻ കഴിയുക എന്നാണ് കേന്ദ്രം ആലോചിക്കുന്നത്. പുനരധിവാസം മാത്രമല്ല, അവരുടെ ഉപജീവനത്തിന് വേണ്ടിയടക്കമുള്ള കാര്യങ്ങളിൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. വയനാട്ടിലെ ദുരന്തബാധിതർക്കായി വേണ്ടതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയിട്ടുണ്ട്. കുടിവെള്ളം, താമസം, ആരോഗ്യം തുടങ്ങി 7 ഫോക്കസ് മേഖലയാണ് വയനാടിനായി താൻ മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കുന്നുണ്ട്. വയനാടിനായി പൂർണ്ണ മെഡിക്കൽ കോളേജ് സജ്ജമാക്കുമെന്നും ദുരന്തബാധിതർക്ക് കുടിവെള്ളം മുതൽ തൊഴിൽ വരെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുമെന്നും സുരേഷ് ഗോപി അറിയിച്ചിരിക്കുകയാണ്. അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട ദുരിതബാധിതരെ കാണാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ പിന്തുണയും ഉറപ്പു നൽകിയതായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വിശദമായ മെമ്മോറാണ്ടം ആവശ്യപ്പെട്ടു. വിശദമായ പ്രൊജക്ട് കൊടുക്കണം. ആഘാതത്തിന്റെ കണക്കെടുപ്പ് പൂർണ്ണമായിട്ടില്ല. വേണ്ടതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പുകിട്ടി. കുട്ടികൾക്കായുള്ള പാക്കേജ്, മനോനില വീണ്ടെടുക്കാൻ കൗൺസിലിംഗ് ഉൾപ്പെടെ 10 കാര്യങ്ങൾ ചർച്ച ചെയ്തു. സമഗ്രമായ ഇടപെടൽ തന്നെ വേണം. വിശദമായ റിപ്പോർട്ടുകൾ നോക്കിയ ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നും വേഗതയല്ല കൃത്യതയാണ് ഉണ്ടാവുകയെന്നും നടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മുണ്ടക്കൈ ദുരന്തത്തിൽ കേരളത്തിന് എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പമാണെന്നും സഹായം എത്രയും വേഗം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ദുരിതബാധിതരുടെ പുനരധിവാസത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും മോദി ഉറപ്പു നൽകിയാണ് അന്ന് മടങ്ങിയത്. വയനാട് ചേർന്ന അവലോകന യോഗത്തിന് ശേഷമായിരുന്നു മോദിയുടെ ഈ പ്രഖ്യാപനം. ദുരന്തത്തിൽ നിരവധി കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ് തകർന്നത്. ദുരന്തബാധിതരെ നേരിൽ കണ്ടു. അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും നേരിട്ടറിഞ്ഞു. കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് മാനസിക പിന്തുണ നൽകേണ്ടത് അനിവാര്യമാണ്. ദുരിതബാധിതർക്കൊപ്പം നിൽക്കുകയെന്നതാണ് പ്രധാനം. ഭാവി ജീവിതവും സ്വപ്നവും യാഥാർത്ഥ്യമാക്കാൻ നാം അവർക്കൊപ്പം ചേരണം. അത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. സർക്കാരുകൾ ഏതുമാകട്ടെ, ദുരിതബാധിതർക്കൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. കേരളത്തിന്റെ ആവശ്യങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും മോദി ഉറപ്പു നൽകിയിരുന്നു. ഏതായാലും ഇത്തരം ഉറപ്പുകൾ പ്രാവർത്തികമാകുന്നതുവരെ കാത്തിരിക്കാം. അതിലാണ് കേരളം ഇന്ന് ഉറ്റുനോക്കുന്നതും.